കേരള രാഷ്ട്രീയത്തിൽ ഒരു ചെറു ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത എത്തിയത്. പ്രതിപക്ഷ നേതാവ് പ്രവചിച്ച വിസ്മയം UDF-ൽ സംഭവിക്കുമെന്ന് പലരും കരുതിയിരിക്കെ ആ അപ്രതീക്ഷിത നീക്കം അരങ്ങേറിയത് NDAയുടെ പാളയത്തിലാണ്. സാബു ജേക്കബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ്. ഇദ്ദേഹത്തിനാണ് CPM-ഉം കോൺഗ്രസ് പുറത്താക്കി തെലങ്കാനയിൽ ചേരാക്കിയത്. ഈ നാടിൻ്റെ യുവാക്കളുടെ ആവശ്യമാണ്. സാബു ജേക്കബ് ഒന്നും മാത്രമല്ല, 10,000 സാബു ജേക്കബ് നമ്മൾ സൃഷ്ടിക്കണം. ഇവിടെയാണ് അവരുടെ ഈ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കേണ്ടത് ഈ നാട്ടിലാണ്. കിഴക്കമ്പലത്തെ കോർപ്പറേറ്റ് ശക്തിയായ 2020 BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാവുന്നു. 2020യുടെ അമരക്കാരൻ സാബു M ജേക്കബ്, BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഒരു തന്ത്രപരമായ നീക്കം. ഈ നീക്കം കേരളത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുന്നണി സമവാക്യങ്ങളെ എങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബും ഒരുമിച്ചിരുന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടാണ് കേരളത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തിയത്. 2020 ഇനി NDAയുടെ ഔദ്യോഗിക ഘടക കക്ഷിയായിരിക്കും. ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതിന്റെ ഔദ്യോഗിക മുന്നണി പ്രവേശന ചടങ്ങിന്റെ വേദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലായിരിക്കും 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമാവുക. ഇത് ഈ സഖ്യത്തിന് ദേശീയ തലത്തിൽ ലഭിക്കുന്ന പ്രാധാന്യത്തെയും BJP ഇതിന് നൽകുന്ന മൂല്യത്തെയും അടിവരയിടുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ വരെ 2020 UDF-മായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന ഒരു കാര്യവും അഭ്യൂഹങ്ങളായി നിലനിൽക്കും. എന്തായാലും ഏതൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെയും നിലനിൽപ്പിന് അതിന്റെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് 2020 NDA സഖ്യം തങ്ങളുടെ അടിസ്ഥാന ശിലയായി അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടൊക്കെയാണ് ഈ തീരുമാനം എന്നതിന് സാബു M ജേക്കബ് നൽകുന്ന കുറച്ച് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ഇടതു വലത് മുന്നണികളോടുള്ള മടുപ്പ്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് നാട് നശിപ്പിക്കുന്നത് കണ്ട് മനം മടുത്തിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹം തുറന്നു പറയും. ഈ രണ്ട് മുന്നണികൾക്കും ബദലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2020യുടെയും NDAയുടെയും വികസന കാഴ്ചപ്പാടുകൾ ഒന്നാണെന്നും കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് പൊതുവായ ലക്ഷ്യമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ ഒരു അഴിമതി പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഈ കാലയളവിൽ ഇന്ത്യ ഏറെ വികസിച്ചുവെന്നും സാബു M ജേക്കബ് നിരീക്ഷിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നതിലൂടെ സാബു ജേക്കബ് ലക്ഷ്യമിടുന്നത് കേവലം ഒരു സഖ്യകക്ഷിയുടെ പ്രശംസയല്ല, മറിച്ച് തന്റെ വികസന രാഷ്ട്രീയ ദേശീയ തലത്തിലെ BJP അജണ്ടയുമായി ചേർത്ത് വെച്ച് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്ന് പ്രതിരോധം തീർക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ്. 25 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് 2020യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്നും ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു വലിയ മുന്നണിയുടെ ഭാഗമാവുന്നതെന്നും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. ഈ സഖ്യത്തെ BJP നോക്കിക്കാണുന്നതും സമാനമായ രീതിയിലാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിൽ ഇതൊരു സ്വാഭാവിക ഒത്തുചേരൽ അഥവാ ഒരു നാച്ചുറൽ ഫിറ്റ് ആണ്. വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന LDF-നും UDF-നും എതിരെ പോരാടുന്ന 2020ക്ക് ചേരാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടം NDA ആണെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് സാബു ജേക്കബ് എന്നും അങ്ങനെയുള്ളവരാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന് പുറത്താക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് സഖ്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ. എന്നാൽ ഇത് ശക്തമായ ഒരു മറുപക്ഷവും കേരള രാഷ്ട്രീയത്തിൽ ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ നീക്കത്തിനും പിന്നാലെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 2020 NDA സഖ്യത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അസാധാരണമായ മൂർച്ചയുണ്ട്. CPM നേതാവ് KS അരുൺകുമാർ ഉന്നയിച്ച വിമർശനങ്ങൾ ഈ മറുവാദത്തിന്റെ കാതൽ വ്യക്തമാക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ RSSന്റെ ഒരു ഏജന്റായി തന്നെയാണ് സാബു ജേക്കബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. കഴിഞ്ഞ 10 വർഷമായി 2020ക്കെതിരെ BJPക്കെതിരെ 2020യോ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല എന്നത് ഈ വാദത്തിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 2020 10 വർഷമായി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു പൊതു ടോയ്ലറ്റ് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചിട്ടില്ലെന്നും ആരോപിക്കപ്പെടുന്നു. വ്യക്തിപരമായ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലെന്നതാണ് അടുത്ത ഗുരുതരമായ ആരോപണം. സ്വന്തം ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താനും നികുതി വെട്ടിപ്പ് നടത്താനുമാണ് സാബു ജേക്കബ് രാഷ്ട്രീയത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നത്. മഴവന്നൂർ പഞ്ചായത്തിലെ വികസന സമിതിയിൽ സാബു മുതലാളിയും അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും മാത്രം ഉൾപ്പെട്ടത് സ്വജനപക്ഷപാതത്തിന്റെ ഉദാഹരണമായി വിമർശകർ ഉയർത്തി കാണിക്കുന്നു.
ഇതൊരു മാൻഡ്രേക്കാണ്. അരുൺകുമാർ മുന്നറിയിപ്പ് നൽകുന്നു. തെലങ്കാനയിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത BRS ഗവൺമെന്റ് താഴെ പോയി. 2020 പിന്തുണച്ചാൽ NDAയുടെയും ഗതി ഇത് തന്നെയാകുമെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന ആരോപണം 2020യുടെ പിന്നിൽ അണിനിരക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ചാണ്. അവരെ ആടിന് പച്ചില കൊടുത്തു കൊണ്ടുപോകുന്നത് പോലെ വഞ്ചിച്ച് RSSന്റെ താവളത്തിൽ എത്തിക്കുകയാണ് സാബു ജേക്കബ് ചെയ്യുന്നതെന്നാണ് വിമർശനം. ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ എതിർപ്പുകളാണോ അതോ അതിൽ വസ്തുതകളുടെ കണികയുണ്ടോ? അതിന്റെ ഉത്തരം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കണക്കുകളിലായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. ഏതൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെയും യഥാർത്ഥ പരീക്ഷണം തിരഞ്ഞെടുപ്പ് ഗോതയിലാണ്. ഈ പുതിയ സഖ്യം എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായക സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. നമുക്ക് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഒരു ഉദാഹരണമായിട്ട് പരിശോധിക്കാം. അവിടെ LDFന്റെ PV ശ്രീനിജൻ 51,880 വോട്ടാണ് ലഭിച്ചത്. VP സജീന്ദ്രൻ UDFന്റെ 48,463. 2020യുടെ സുജിത് സുരേന്ദ്രനാകട്ടെ 41,890. BJPയുടെ രേണു സുരേഷ് 8,600 ഏകദേശം. ഈ കണക്കുകൾ അപഗ്രഥിക്കുമ്പോൾ ചില നിർണായക യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാകും. LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ ജയിച്ചത് ഏകദേശം 3,400ന്റെ ഭൂരിപക്ഷത്തിനാണ്. 2020 സ്ഥാനാർത്ഥിക്ക് 41,890 വോട്ടുകളും BJPക്ക് ഏകദേശം 8,600 വോട്ടുകളും ലഭിച്ചു. ഇവ രണ്ടും ചേർത്താൽ സഖ്യത്തിന്റെ ആകെ വോട്ട് ഏകദേശം 50,490 ആകും. അതായത് 2020 BJP വോട്ടുകൾ ചേർന്നാൽ പോലും 2021 കണക്കനുസരിച്ച് LDF വിജയിയായ PV ശ്രീനിജനെ 51,880 വോട്ടുകൾ ലഭിച്ച PV ശ്രീനിജനെ മറികടക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഇത് കാണിക്കുന്നത് ഈ സഖ്യത്തിന് വിജയിക്കണമെങ്കിൽ നിലവിലെ വോട്ട് ബാങ്കുകൾക്ക് പുറമെ LDFൽ നിന്നോ UDFൽ നിന്നോ അധിക വോട്ടുകൾ കൂടി ചോർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ്. 2020യുടെ NDA പ്രവേശനം എന്ന രാഷ്ട്രീയ നാടകത്തിന്റെ പ്രധാന രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് വിരുദ്ധമായ ചിത്രങ്ങളാണ് ഉള്ളത്. ഒരു വശത്ത് കേരളത്തെ മാറി മാറി ഭരിച്ച് ഇടത് വലത് മുന്നണികളിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാനും അഴിമതിരഹിത വികസനം എന്ന ലക്ഷ്യത്തോടെ ഒന്നിച്ച വികസിത കേരളം എന്ന സ്വപ്നത്തിന്റെ സഖ്യവും, മറുവശത്ത് സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തങ്ങളെ വിശ്വസിച്ച ന്യൂനപക്ഷ വോട്ടർമാരെ വഞ്ചിച്ച് RSSന് കേരളത്തിൽ വളരാൻ അവസരമൊരുക്കാനെത്തിയ ഒരു മാൻഡ്രേക്കിന്റെ വരവായാണ്. ഈ സഖ്യം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി എഴുതുമോ? സാബു M ജേക്കബിന്റെ ഈ തീരുമാനം ഒരു രാഷ്ട്രീയ മാസ്റ്റർ സ്ട്രോക്ക് ആകുമോ? അതോ ചരിത്രപരമായ ഒരു മണ്ടത്തരമായി മാറുമോ? കാലം തന്നെ അതിനുത്തരം നൽകും. അന്തിമമായി 2020 NDA സഖ്യം കേരള രാഷ്ട്രീയത്തിലെ മൂന്നാം മുന്നണി എന്ന സാധ്യതയെ ഗൗരവമായി പരീക്ഷിക്കുന്നതിനോടൊപ്പം വികസന രാഷ്ട്രീയം എന്ന പേരിൽ നടക്കുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ ആരുടെ വികസനത്തിനാണ് മുൻഗണന നൽകുന്നത് എന്ന മൗലികമായ ചോദ്യം വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നു. ഈ പുതിയ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.